റാഗിംഗ് കേസുകളുമായി ബന്ധപ്പെട്ടാണ്. ഈ റാഗിംഗ് കേസുകളിൽ UGCയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണം, UGC ചട്ടങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നിയമങ്ങൾ രൂപീകരിക്കണമെന്നും കോടതി. കെൽസയുടെ പൊതു താൽപര്യ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. രേഷ്മ, എന്തായാലും വളരെ നിർണായകമായ ഒരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ റാഗിംഗ് തടയാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി പറയുന്നത്? രോഹിണി, സംസ്ഥാനത്ത് റാഗിംഗ് തടയാനായിട്ട് കർശനമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. ഈ ഹർജി ഇന്ന് പ്രത്യേക ബെഞ്ച് പരിഗണിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. റാഗിംഗ് വിരുദ്ധ നിയമം അത് പരിഷ്കരിക്കണമെന്നാണ് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ റാഗിംഗ് വിരുദ്ധ നിയമത്തിന് കീഴിൽ പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കണം. UGC മാർഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കണം ഇത്തരം ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടത്. അതുകൂടാതെ തന്നെ ഈ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഈ റാഗിംഗ് വിരുദ്ധ നിയമത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള പഠനം നടത്തണം. അതിനു വേണ്ടിയിട്ട് വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കർമ്മസമിതി അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം നടപടികൾ നടത്തേണ്ടതെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും റാഗിംഗ് വിരുദ്ധ സമിതി പ്രവർത്തിക്കുന്നുവെന്ന് അതാത് അതോറിറ്റീസ് ഉറപ്പാക്കുകയും വേണം. ഈ റാഗിംഗ് വിരുദ്ധ സമിതികളെ സംബന്ധിച്ച് നേരത്തെ എങ്ങും പറഞ്ഞിരുന്നില്ല. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള നിർവചനം പുതിയ ചട്ടങ്ങളിൽ ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGCയെ കക്ഷി ചേർക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. റാഗിംഗ് തടയാനായിട്ട് സർക്കാർ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അടുത്ത ദിവസം തന്നെ രമേശ് ചെന്നിത്തല അടക്കം ഈ പൊതുതാൽപര്യ ഹർജിയിൽ കക്ഷി ചേരുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കക്ഷി ചേരൽ അപേക്ഷ അടുത്ത ദിവസം നൽകുകയും ചെയ്യും. എന്തായാലും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റാഗിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. ഈ സംസ്ഥാന സർക്കാർ അടക്കം റാഗിംഗ് തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലീഗൽ സർവീസസ് അതോറിറ്റി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. അതിലടക്കം ഹൈക്കോടതി ഇറക്കിയ ഇടക്കാല ഉത്തരവുകളിലെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് സർക്കാർ പാലിക്കണമെന്ന് കൂടി ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം അത് പരിഷ്കരിച്ചുകൊണ്ട് പുതിയ ചട്ടങ്ങൾ ആവിഷ്കരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ തന്നെ UGC നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങൾ അത് പശ്ചാത്തലമാക്കിക്കൊണ്ട് വേണം പുതിയ ചട്ടങ്ങൾ ക്രമീകരിക്കുവാനെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. രോഹിണി, ശരി. രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.